ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത 3-ാമത്തെ യൂണിറ്റിന്റെ 2-ാമത്തെ അധ്യായം മുതലുള്ള ഭാഗങ്ങളാണ്. ഇത് ഒരല്പം നമ്മൾ വളരെ കുറച്ചും കൂടി ഗൗരവത്തോടുകൂടി, ഇതുവരെ ഉള്ളത് ഗൗരവമല്ല എന്നല്ല, കുറച്ചുകൂടി നമ്മൾ പറഞ്ഞു പോകുന്നെങ്കിലും കൂടുതലായിട്ട് ഗ്രഹിക്കാൻ ഒരു സാഹചര്യം മറ്റുള്ള ഒരു സാഹചര്യത്തിലൊന്നും കിട്ടാത്ത ഒരു ഏരിയയിൽ കൂടിയാണ് ഇന്നത്തെ പഠനം നമ്മൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ യഹൂദ മതത്തിലെ പ്രധാന വിഭാഗങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ 2-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ തക്കവണ്ണം ആരംഭിക്കുന്നത്. യഹൂദ മതത്തിന്റെ പ്രധാന വിഭാഗങ്ങൾ എന്ന് പറയുന്നത്, യഹൂദ മതം എന്നതിനെ കുറിച്ച് നമ്മൾ ഇത്രയും നേരം ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം യഹൂദ മതം അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവജനം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ദൈവം തമ്പുരാൻ തന്റെ ആളുകളെ, തന്റെ ജനങ്ങളെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകുന്നതിന്റെ, അവർക്ക് നൽകുന്ന കരുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ഒക്കെ ഒരു വലിയ ചരിത്രമാണ്, രക്ഷാകര ചരിത്രമാണ് നമ്മൾ ഇത്രയും ക്ലാസ്സുകളിലൂടെ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരുന്നത്. ആ യഹൂദ മതം എന്താണെന്നുള്ള കാര്യം ഇനിയിപ്പം പ്രത്യേകിച്ചൊന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയുള്ളത് യഹൂദ മതത്തിൽ ചില വിഭാഗങ്ങൾ, ഇപ്പൊ നമ്മൾ എല്ലാ മതത്തിനും വിഭാഗങ്ങൾ ഉള്ളതുപോലെ തന്നെ യഹൂദ മതത്തിലും ചില പ്രത്യേക ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ നമ്മളുടെ ക്രിസ്തീയ മതത്തിൽ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയിൽ അവിടെ മെത്രാപ്പൊലിത്തമാരുണ്ട്, അച്ഛന്മാരുണ്ട്, സുവിശേഷകരുണ്ട്, സിസ്റ്റർമാരുണ്ട്, അങ്ങനെയൊക്കെയുള്ള വിവിധ തരത്തിലുള്ള ആളുകൾ. ഇതെല്ലാം പക്ഷെ സഭയുടേതായിട്ടുള്ള ചട്ടക്കൂടിനകത്ത് ഒരു പ്രത്യേക നിയമങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവർ തന്നെയാണ്. പക്ഷെ എന്നാൽ യഹൂദ മതത്തിന്റെ ഉള്ളിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങളുള്ള ആളുകൾ, യഥാർത്ഥമായ ന്യായപ്രമാണത്തിനോ അല്ലെങ്കിൽ ഈ 10 കൽപ്പനകൾക്കോ പഞ്ചഗ്രന്ഥങ്ങൾക്കോ അല്ലെങ്കിൽ പഴയ നിയമവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ചില ഏരിയയിൽ ഡോക്ട്രിനൽ ഡിഫറൻസസ്, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില പ്രത്യേക ഏരിയയിൽ നമ്മളിപ്പം മരിച്ചവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഓർത്തഡോക്സ് സഭ വിശ്വസിക്കുന്നെങ്കിലും ഓർത്തഡോക്സ് സഭയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഉള്ളിൽ തന്നെ മരിച്ചവരുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രാർത്ഥനയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുണ്ട്. ചൈൽഡ് ബാപ്റ്റിസം, ശിശു സ്നാനത്തെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുണ്ട്. അങ്ങനെ ചില മതത്തിന്റെ ഉള്ളിൽ തന്നെ, യഹൂദ മതത്തിന്റെ ഉള്ളിൽ തന്നെ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ചില പ്രത്യേക ആശയങ്ങളുടെ പേരിൽ ചില അവാന്തര വിഭാഗങ്ങൾ രൂപപ്പെട്ടതിനെ കുറിച്ച് ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില വിഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അതിൽ പ്രത്യേകമായിട്ട് പറയുന്ന ഹസീദീം, പരീശന്മാർ, സദൂക്യർ, എസ്സീനിയർ, സീലറ്റ്സ് അല്ലെങ്കിൽ എരിവുകാർ, കുമ്രാൻ ഉടമ്പടികൾ, ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തേതാണ് ഹസീദീം. ഹസീദീം എന്ന് പറയുന്നത് നമുക്ക് അറിയാം, അന്നത്തെ കാലഘട്ടത്തില് മതപരമായ സാഹചര്യത്തോട് ചേർന്ന് തന്നെ സാംസ്കാരികമായ ഒരു സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു. സാംസ്കാരികമായ സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിന് ഒരു എന്താ പറയുക, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള മതം ക്രിസ്തീയ മതമായതുപോലെ തന്നെ അന്ന് പോപ്പുലേഷൻ ഉള്ള മതം യഹൂദ മതമായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളും ലോകത്തിൽ ചെലുത്തുന്ന ഒരു സ്വാധീനം പോലെ തന്നെ, പക്ഷെ എന്നാലും ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷകൾ ഇന്ന് ലോകത്തിൽ നിലവിലുണ്ട്. പക്ഷെ അന്ന് ഏറ്റവും കൂടുതൽ ക്ലാസിക്കലായിട്ട് അവതരിക്കപ്പെട്ടിരിക്കുന്ന ലാംഗ്വേജ് ഗ്രീക്ക് ആയിരുന്നു പറഞ്ഞു. ആ ഗ്രീക്ക് സ്വാധീനം വന്ന് നമ്മുടെ പഴയ നിയമ കാലഘട്ടം പൂർത്തീകരിച്ച് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഗ്രീക്ക് സ്വാധീനം ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ യവന ചിന്താഗതിയും സംസ്കാരവും ആചാരാനുഷ്ഠാനം പരിപൂർണമായി എതിർത്ത് മാറി നിന്ന് യഹൂദ മതത്തിനു വേണ്ടി വിശ്വസ്തരായി നിലകൊണ്ട ഒരു പറ്റം ആളുകളെയാണ് ഹസീദീം എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അവര് യഹൂദ മതത്തോടാണ്, അവർക്ക് മതപരമായ കാര്യങ്ങളോട് കൂടുതൽ താല്പര്യവും അതുപോലെ തന്നെ ഗ്രീക്ക് സംസ്കാരത്തോട് ഒരു
വൈമുഖ്യവുമുള്ള ആളുകളായിരുന്നു ഈ ഹസീദീം എന്ന് പറയുന്ന വിഭാഗക്കാർ. അതുകൊണ്ട് തന്നെ അവർ അന്തിയോക്കസ് എപ്പിഫാനസ് മുതലായ ചക്രവർത്തിമാരുടെ നടപടികളോട് എതിർത്ത് നിന്നവരുമായിരുന്നു ഈ ഹസീദീം എന്ന് പറയുന്ന ആളുകൾ. അവരുടെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സ്പിരിച്വൽ കാര്യങ്ങൾ മാത്രമായിരുന്നു. അവർക്ക് ഈ പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത ഒരു വിഭാഗമായിരുന്നു. ഇപ്പൊ നമുക്കും നമ്മുടെയൊക്കെ ഇടയിലും എന്താ പറയുന്നത്, ഒരു കാലഘട്ടം മുമ്പ് വരെ നമുക്ക് ക്രിസ്തീയ സമൂഹത്തിന്, പ്രത്യേകിച്ച് നമ്മളുടെ കേരളം പോലെയുള്ള നാട്ടിൽ ക്രിസ്തീയ സമൂഹത്തിന് പൊളിറ്റിക്കലായി ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. നമുക്കറിയാം, പരിശുദ്ധനായ പരിമല തിരുമേനിയാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു ട്രാവലോഗ് സഞ്ചാര സാഹിത്യ കൃതി എഴുതുന്നത് പരിമല തിരുമേനിയാണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ നമ്മളുടെ പല അച്ഛന്മാരും മേൽപ്പട്ടക്കാരും ഒക്കെ ഓരോ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പോലും മുന്നിട്ടിറങ്ങിയതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു നാടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനൊക്കെ ഉള്ളൊരു, ഗവൺമെന്റുമായിട്ടും അതുപോലെ ജനത്തിന്റെ സാധാരണ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇടപെടുന്ന മതപരമായ ആളുകളെ നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർക്ക് മറ്റു കാര്യങ്ങളൊന്നും താല്പര്യമില്ലാത്തവരും, എന്നാൽ മതപരമായ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി താല്പര്യം കൂടുതലുള്ളവരും ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പ്രോബ്ലം ആയിരുന്നു ജെയ്സിൻ ഓനിയാസ് എന്ന് പറഞ്ഞ രണ്ടു പേര് തമ്മിലുള്ള, ഓനിയാസ് മൂന്നാമൻ, ജെയ്സിൻ എന്ന് പറഞ്ഞ രണ്ടു പേര് തമ്മിലുള്ള ഒരു ഇഷ്യൂ. ഓനിയാസ് മൂന്നാമനെ കുൽസിത മാർഗം ഉപയോഗിച്ച് മാറ്റി പ്രധാന ആചാര്യ സ്ഥാനം കൈക്കലാക്കുവാൻ ശ്രമിച്ചപ്പോഴാണ് ഈ ഹസീദീം ആളുകൾ രംഗത്തിറങ്ങുന്നത്. അതൊരു പൊളിറ്റിക്കലി ഒരു മേൽക്കൈ നേടാനുള്ള ഒരു ശ്രമമായിരുന്നു. അതിന് എതിരായിട്ട് അവർ രംഗത്തിറങ്ങുകയും അതുപോലെ തന്നെ പ്രധാന ആചാര്യ സ്ഥാനം കൊടുക്കുവാനോ എടുക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം ദൈവത്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്നവർ വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അവര് അന്തിയോക്കസ് എപ്പിഫാനസിനെതിരായിട്ടുള്ള പ്രവർത്തനത്തിലും മക്കാബിയരോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം അവര് ശ്രമിച്ചു. അതായത് അന്തിയോക്കസ് എപ്പിഫാനസിന്റെ കഥ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ച കഥയല്ല, ചെയ്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അന്തിയോക്കസ് എപ്പിഫാനസ് ആണ് യെരുശലേം ദേവാലയം നശിപ്പിക്കുന്നതും അവിടെ പന്നികളെ ബലി കഴിക്കുന്നതും തുടങ്ങി യഹൂദ മതത്തിനെതിരായിട്ട് ചില പ്രവർത്തനങ്ങൾ നടത്തിയ ആളാണ് അന്തിയോക്കസ് എപ്പിഫാനസ്. അതുകൊണ്ട് അന്തിയോക്കസ് എപ്പിഫാനസിനെതിരെയുള്ള പ്രവർത്തനത്തിലും യൂദാ മക്കാബി തുടങ്ങിയ മക്കാബിയരോട് ചേർന്ന് പ്രവർത്തിക്കാനും ഈ ഹസീദീം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് പ്രവർത്തിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ അവർ ചെയ്ത എല്ലാ മുന്നേറ്റങ്ങൾക്കും എല്ലാവിധമായ പിന്തുണയും കൊടുത്ത ഒരു ഗ്രൂപ്പായിരുന്നു ഹസീദീം എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. അതായത് അവരൊരു ചാവേർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കുറച്ചുകൂടി സമരം അല്ലെങ്കിൽ യുദ്ധങ്ങൾ നടത്താൻ തക്കവണ്ണം താല്പര്യമുള്ള ഒരു ഗ്രൂപ്പായിരുന്നു മക്കാബിയർ. നമുക്ക് മക്കാബിയർ പുസ്തകങ്ങൾ വായിക്കാൻ നമുക്കറിയാം. അവരെ പരാജയപ്പെടുത്തിയതിനു ശേഷമാണ് യെരുശലേം ദേവാലയത്തിന് പുനഃസ്ഥാപനമൊക്കെ അവർ നടത്തുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന പുറജാതികളുടെ യാഗപീഠങ്ങൾ അവരെ ഉടച്ചു കളയുകയും അതുപോലെ തന്നെ പരിച്ഛേദന ഏൽക്കാത്ത കുഞ്ഞുങ്ങളെ അഗ്രചർമ്മച്ഛേദനം നടത്തുകയും ചെയ്യുകയും ചെയ്തതായിട്ടും അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മക്കാബിയരും ഹസീദീമും തമ്മിൽ ചെറിയ ചില വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. മക്കാബിയരുടെ പ്രധാനപ്പെട്ട ഊന്നൽ എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമായിരുന്നു. അതായത് ഗ്രീക്ക് ജനത അല്ലെങ്കിൽ അന്തിയോക്കസ് എപ്പിഫാനസ് അവരുടെ രാഷ്ട്രീയ മേൽക്കൈ യഹൂദ ജനത്തിനെതിരെ പ്രയോഗിച്ചപ്പോൾ അതിനെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പോരാടി. പക്ഷെ അതിനേക്കാൾ അവർക്ക് ഈ സ്പിരിച്വൽ കാര്യങ്ങൾക്ക് ഒരുപാട് മുൻതൂക്കം കൊടുക്കാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ വേർപിരിയുകയും ചെയ്യുന്നുണ്ട്. ചേർന്നൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ മക്കാബിയർ എന്ന് പറയുന്നത് ഒരു പുരോഹിതന്റെ മക്കൾ എന്നൊക്കെയാണല്ലോ ഞാൻ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ അത് ഒരു ഗ്രൂപ്പായിരുന്നോ അതോ ഒരു പുരോഹിതന്റെ മക്കളോട് ചേർന്ന് നിന്ന ഒരു ഗ്രൂപ്പിനെയാണോ അങ്ങനെ മക്കാബിയർ എന്ന് വിളിച്ചത്? യൂദാ മക്കാബി എന്ന് പറയുന്ന ആളിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആളുകളെയാണ് ഈ മക്കബീസ് എന്ന് വിളിക്കുന്നത്, മക്കാബിയർ എന്ന് വിളിക്കുന്നത്. എന്താ പറയാ, ആ ഗ്രൂപ്പിന്റെ നേതാവിന്റെ പേരിലാണ് അവരെ അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് അവരെ മക്കാബിയർ എന്ന് വിളിക്കുന്നത്. യൂദാ മക്കാബിയാണ് അവരുടെ ഗ്രൂപ്പിന്റെ നേതാവ്. മറ്റ് നേതാക്കന്മാരുടെ പേരുകളൊന്നും നമ്മൾ അങ്ങനെ
പറഞ്ഞു കേൾക്കുന്നില്ല. യൂദാ മക്കാബിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ വേണം നമ്മൾ ഈ പരീശന്മാരെന്നും എസ്സീൻസ് എന്നും നമ്മൾ മനസ്സിലാക്കാൻ തക്കവണ്ണം നമുക്ക് പറ്റുന്നത്. അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ യഹൂദ സമൂഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് എസ്സീൻ എന്ന് പറഞ്ഞൊരു ഭാഗം നമ്മളെ വേദപുസ്തകത്തിൽ അങ്ങനെ കാണാൻ സാധിക്കത്തില്ലെങ്കിലും ചരിത്രം പരിശോധിക്കുമ്പോൾ എസ്സീൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു രണ്ടാമത്തെ വിഭാഗമാണ് പരീശന്മാർ. ഫാരിസീസ് എന്ന് പറയുന്ന ഭാഗം ഒരുപാട് നമ്മൾ പുതിയ നിയമത്തിൽ ആവർത്തിച്ച് കേട്ടിട്ടുണ്ട്. പലയിടത്തും നമ്മൾ പരീശന്മാർ എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനെ എതിർക്കുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അത്ര നല്ല സ്വഭാവം ഇല്ലാത്ത ആളുകളാണ്, ശത്രുക്കളാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവര് നമ്മൾ ഒറ്റ വായന നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ എന്നാൽ നേരെ തിരിച്ചാണ്. ഈ പരീശന്മാർ എന്ന് പറയുന്നത് വളരെയധികം നിഷ്ഠയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു. അതിനെക്കുറിച്ച് പ്രത്യേകം നമ്മൾ വായിക്കുമ്പം താഴോട്ട് വായിക്കുന്നത് മനസ്സിലാക്കും. വേർതിരിക്കപ്പെട്ടവർ എന്നാണ് പരീശന്മാർ എന്ന വാക്കിന്റെ അർത്ഥം. ഫാരിസി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വേർതിരിക്കപ്പെട്ടവർ എന്നാണ് അതിന്റെ അർത്ഥം. എന്തിനു വേണ്ടിയാണ് വേർതിരിക്കപ്പെട്ടതെന്നാണ്, അല്ലെങ്കിൽ എന്തിൽ നിന്നാണ് വേർതിരിക്കപ്പെട്ടത് എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അവരുടെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് ന്യായപ്രമാണ പഠനമാണ്. ന്യായപ്രമാണ പഠനത്തിനും വ്യാഖ്യാനത്തിനുമായി ഭൗമികരിൽ നിന്ന് സ്വമേധയാ വേർതിരിക്കപ്പെട്ടവരായിരുന്നു പരീശർ. അതുപോലെ തന്നെ അവർ പുറജാതിക്കാരിൽ നിന്ന് മാറി അവരോടൊപ്പം ഭക്ഷണം കഴിക്കാതെ വിശുദ്ധിയിൽ കഴിയുവാനും പാരമ്പര്യം സംരക്ഷിക്കുവാനും വ്രതമെടുത്തവരായിരുന്നു അവർ. അവര് സാധാരണ ആളുകളോട് സംസാരിക്കാൻ പോലും വൈമുഖ്യം കാണിച്ചിരുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഫാരിസീസ് എന്ന് പറയുന്ന പരീശന്മാർ. അതിന്റെ കാരണം എന്താ പറയുക, നമ്മൾ യേശുക്രിസ്തു രണ്ട് ശിഷ്യന്മാരെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് രണ്ടായിട്ട് അയക്കുന്ന ഒരു ഭാഗം വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആരെയും വന്ദനം ചെയ്യരുത് എന്ന് പറയുന്ന പോകുന്ന വഴിയിൽ ആരെയും വന്ദനം ചെയ്യരുത് എന്നൊരു ഒരു വാക്ക് പറഞ്ഞാണ് കർത്താവ് അവരെ വിടുന്നത്. ഈ വന്ദനം ചെയ്യരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഒരാളെ നമ്മൾ ഗ്രീറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബാക്കി നമ്മൾ ചില കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ ചിലപ്പോ ആ സംസാരിക്കാൻ പാടില്ലാത്ത ടോപ്പിക്കുകളൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ മറ്റുള്ള കാര്യത്തിലേക്ക് ഡൈവേർട്ട് ആയി പോകരുത്. ഇപ്പൊ വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുമ്പും പരസ്പരം സംസാരിക്കരുത് എന്ന് നിഷ്ഠയുള്ള പിതാക്കന്മാരൊക്കെ നമ്മുടെ സഭയിലും ഉണ്ടായിരുന്നു. ഇപ്പോഴും പല വൈദികരും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പ്രഭാത നമസ്കാരത്തിന് മുമ്പായിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആരോടും മിണ്ടാത്ത ഒരുപാട് വൈദികരുണ്ട് ഇപ്പോഴും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പരീശന്മാരും മറ്റുള്ള ആളുകളോട്, പുറജാതികളോട് മാത്രമല്ല യഹൂദ ജനത്തിൽപ്പെട്ട ആളുകളോടും ഈവൻ പുരോഹിതന്മാരോട് പോലും അധികം സംസാരിക്കാറില്ലായിരുന്നു. കാരണം സംസാരിച്ചാൽ ഈ ടോപ്പിക്ക് മാറിപ്പോയി എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചാലോ എന്ന് പേടിയുള്ള അത്രമാത്രം നിഷ്ഠയുള്ള ആളുകളായിരുന്നു പരീശന്മാർ. അതുപോലെ തന്നെ അവർ ന്യായപ്രമാണങ്ങൾക്കും വായ്മൊഴിയായിട്ടുള്ള നിയമങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു. ഇന്നത്തെ വേദഭാഗത്തിൽ, ഇന്ന് പല പള്ളികളിലും വായിച്ച വേദഭാഗം ഒരുപക്ഷെ ശാപത്തിൽ വിളഭൂമികൾ കൂടി കടന്നു പോയപ്പോൾ ശിഷ്യന്മാർക്ക് അതിർ പറിച്ച് തിന്നുന്ന ഭാഗമായിരിക്കാം വായിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ലെക്ചറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വന്നതുകൊണ്ട് വേറൊരു ഭാഗം കൂടി നമുക്ക് വായിക്കാൻ ഇന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഈ 100 എന്നുള്ളത് 50 എന്ന് എഴുതുക എന്ന് പറഞ്ഞൊരു വേറൊരു ഭാഗം കൂടി നമുക്ക് വായിക്കാൻ തന്നിട്ടുണ്ട്. പല പള്ളികളിലും മാറി മാറി വായിച്ചിട്ടുണ്ടാവും. ഈ ഭാഗം ഏതാ അതാ വായിച്ചെന്ന് പറയുന്നു. 100 എന്നുള്ളത് 50 എന്ന് എഴുതുക എന്നൊക്കെ പറഞ്ഞ ആ ഭാഗമായിരിക്കും ചില പള്ളികളിൽ വായിച്ചു. അതല്ല, നമ്മുടെ ലെക്ചറി വന്നിട്ടുള്ള ചില ലെക്ചറി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളാണ്. പഴയ ലെക്ചറിൽ ആണ് ഈ 100 എന്നുള്ളത് 50 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷനകത്തില് ഈ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ കതിര് പറിച്ച് തിന്നുന്ന ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വായിക്കേണ്ടത്. അതിനകത്തിൽ പോലും പരീശന്മാർ അവരെ എന്താ പറയുന്നത്, വിമർശിക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന പ്രവർത്തികൾക്കെതിരായിട്ട് അതിന്റെ കാരണം പരീശന്മാരുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് വേറൊരു കാര്യത്തിലും താല്പര്യമില്ല. അതിനകത്തിൽ ജീവൻ പോയെന്ന് പറഞ്ഞാലും, വേറൊരാളെ കൊല്ലേണ്ടി വന്നെന്ന് പറഞ്ഞാലും, എന്തൊക്കെ മറ്റ് പാപങ്ങൾ ചെയ്യേണ്ടി വന്നെന്ന് പറഞ്ഞാലും നിയമങ്ങൾ എങ്ങനെയെങ്കിലും അനുസരിച്ചിരിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു നിർബന്ധം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മനുഷ്യപുത്രൻ ശാപത്തിനും കർത്താവാകുന്നു, മനുഷ്യൻ ശാപത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, ശാപത്ത് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണെന്നൊക്കെ കർത്താവ് തിരുത്തുന്നതിന്റെ കാരണം അതാണ്.
മനുഷ്യത്വമില്ലാതെ നിയമം അനുസരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് കർത്താവ് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനുഷ്യത്വത്തെക്കാൾ കൂടുതൽ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ശാപത്തിൽ ഒരാളെ കിണറ്റിൽ നിന്ന് വലിച്ചെടുക്കുന്നതിന് അല്ലെങ്കിൽ സൗഖ്യം കൊടുക്കുന്നതിനേക്കാൾക്കും അവർക്ക് വലുത് ശാപത്തിൽ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ, അതായത് യഹൂദ മതം നൽകിയിട്ടുള്ള നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ. അതായത് ബൈബിളിലൊന്നും പഴയ നിയമത്തിലൊന്നും അത് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? മ്യൂട്ട് ചെയ്യേ, ആരെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മളുടെ അവർക്കുള്ള ന്യായപ്രമാണത്തിലൊന്നും അങ്ങനെയുള്ള നിയമങ്ങളൊന്നും ഇല്ലെങ്കിലും അവരുടെ മതം പിന്നീട് വന്ന വ്യാഖ്യാനങ്ങളിലൂടെ അവർക്ക് കൊടുത്തിരുന്ന റെസ്ട്രിക്ഷൻസ് എല്ലാം അതേപോലെ പാലിക്കാൻ അവര് ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരെ അത് പാലിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തിരുന്ന ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഹേരോദാവിന്റെ ഭരണകാലത്ത് ഈ ഏകദേശം 6000 പേർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നും അതുപോലെ സിനഗോഗുകളുടെ പ്രത്യേകത എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നതുകൊണ്ട് പ്രത്യേകമായിട്ട് പറയുന്നില്ല. സിനഗോഗുകളായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പരീശന്മാർ എന്ന് പറയുന്ന ആളുകൾക്ക് പട്ടമുള്ള ആളുകളല്ല. നമ്മളിപ്പം മഹാപുരോഹിതന്മാർ എന്നുള്ള ഒരു വിശദീകരണം നമുക്കറിയാം. ഹന്നാവിന്റെയും കയ്യഫാവിന്റെയും യഹൂദ പുരോഹിതന്മാരെ കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മതത്തിന്റെ ആചാര്യനായ നിക്കോദിമോസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായ നിക്കോദിമോസിനെ കുറിച്ച്. പക്ഷെ എന്നാൽ ഇവരെന്ന് പറയുന്നത് അങ്ങനെയുള്ള സമൂഹത്തിൽ സ്ഥാനമുള്ളവരൊന്നുമല്ല, സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. പക്ഷെ അവർക്ക് നിയമം അനുഷ്ഠിക്കണം. നമുക്കൊക്കെ നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് നമ്മുടെയൊക്കെ ദേവാലയങ്ങളൊക്കെ കാണാം. സാധാരണക്കാരെ അച്ഛന്മാരെക്കാൾ കൂടുതൽ ഈ നിയമം അനുഷ്ഠിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ ഇതുവരെയും കാണുന്നില്ല. നിയമം അനുഷ്ഠിക്കുന്നത് നല്ലതിന്, പക്ഷെ അവിടെ ചില മാനുഷിക പരിഗണനകൾ കൂടി നമ്മൾ നൽകണം എന്നുള്ളതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ പുരോഹിതന്മാരെക്കാൾ കൂടുതൽ നിയമങ്ങൾ അനുഷ്ഠിക്കുന്ന സാധാരണക്കാരായ വ്യക്തികളായിരുന്നു ഈ പരീശന്മാർ എന്ന് പറയുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ അവർക്ക് സാധാരണക്കാരുടെ ഒരു അറ്റൻഷൻ, ജനശ്രദ്ധ പിടിച്ചു പറ്റാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് തരത്തിലുള്ള ഒരിക്കൽ പറഞ്ഞ 2 തരത്തിലുള്ള നിയമങ്ങൾ, ഒന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ കൂടി ലഭിച്ച നിയമങ്ങളും അതുപോലെ തന്നെ വാമൊഴിയായി ഇസ്രായേലിന് വെളിപ്പെടുത്തി കൊടുത്ത പാരമ്പര്യവും. ഈ 2 കാര്യങ്ങളിലും അവർ വളരെയധികം നിഷ്ഠയോടുകൂടി ജീവിച്ചിരുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഈ 2 കാര്യങ്ങൾ അനുഷ്ഠിച്ച് ജീവിച്ചാൽ മരണാനന്തര ജീവിതത്തിൽ അവരുടെ ആത്മാവിന് നല്ല നിത്യശാന്തി ലഭിക്കുമെന്നും അതുപോലെ തന്നെ വരുവാന ലോകത്തിൽ ജീവന് കണ്ടെത്തുമെന്നും ഉയർത്തെഴുന്നേറ്റ ശരീരത്തോട് യോജിക്കുമെന്നും അവർ പഠിപ്പിച്ചിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ച് ജീവിക്കുന്നതിന്റെ ഒരു കാരണം മരണാനന്തര ജീവിതത്തിൽ അവർക്കുള്ള ഒരു വിശ്വാസം കൊണ്ടുകൂടി ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പരീശന്മാരുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, സദൂക്യർ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു. അത് നമ്മൾ അടുത്ത ഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. അതായത് അവര് ഈ നമ്മൾ പലയിടത്തും പുനരുത്ഥാനം ഇല്ല എന്ന് വാദിക്കുന്ന ചില സദൂക്യർ എന്ന് പലയിടത്തും നമ്മൾ വായിക്കുന്നുണ്ട്. അവര് പുനരുത്ഥാനം ഇല്ല എന്ന് പഠിപ്പിച്ചു, എന്നാൽ പരീശന്മാർ പുനരുത്ഥാനം ഉണ്ട് എന്നും മരണാനന്തര ഒരു ജീവിതം ഉണ്ട് എന്നും പഠിപ്പിച്ചിരുന്ന ആളുകളായിരുന്നു പരീശന്മാർ എന്നുള്ള. ആ 2 വ്യത്യാസം നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ പരീശന്മാരുടെ ഏറ്റവും വലിയ ഒരു ബലഹീനത, അതാണ് തൊട്ടടുത്ത ഭാഗം. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ യഥാർത്ഥ അർത്ഥം വ്യാഖ്യാനിക്കുന്നതിനേക്കാൾ കൂടുതലായി ആക്ഷരികമായ വ്യാഖ്യാനത്തിന് പ്രാധാന്യം കൊടുത്തു. ആക്ഷരികമായ വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കണ്ണിന് പകരം കണ്ണ് എന്നും പല്ലിന് പകരം പല്ല് എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ കർത്താവ് ഒരു ഭാഗം പറഞ്ഞത്. അതുപോലെ തന്നെ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യ ഭാഗം പറഞ്ഞ വിട്ടേക്ക്, വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ അത് വെട്ടി എറിഞ്ഞു കളക അത് ചൂടിനെടുത്ത് കളക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭാഗം നമ്മൾ കാണുന്നു. ഈ നിയമം കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് പരമാവധി അത് ആക്ഷരികമായി വ്യാഖ്യാനിച്ച് ഇടർച്ച വരുത്തുന്ന വലം കണ്ണ് ചൂഴ്ന്ന് കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളായിരുന്നു ഈ പറയുന്ന പരീശന്മാർ എന്ന് പറയുന്നത്. അവർക്ക് അതിന്റെ ഇന്റൻഷനെ കുറിച്ച് അവർ ചിന്തിക്കാറില്ല, പക്ഷെ അതിന്റെ ഒരു ലിറ്ററൽ ആയിട്ടുള്ള കാര്യം മാത്രം അവർ എടുത്തുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, യഹോവ നമ്മളുടെ 10 കൽപ്പനകൾ പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത് എന്നുള്ള ഒരു
കൽപ്പന ഉള്ളത് കൊണ്ട് തന്നെ അവർ യഹോവ എന്ന നാമം ഉപയോഗിക്കാറില്ലായിരുന്നു. അതിന് പകരം മറ്റൊരു വാക്കാണ് അഡോണായി എന്നൊരു വാക്കാണ് അവർ ഉപയോഗിച്ചിരുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആക്ഷരികമായി വ്യാഖ്യാനിച്ച് അതിനുവേണ്ടി അമിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു പരീശന്മാർ എന്ന് പറയുന്നത്. അടുത്ത ഭാഗത്തേക്ക് കിടക്കും സദൂക്യർ. സദൂക്യരുടെ ഈ ചോദ്യം ചോദിക്കുമ്പോഴേ അതിനൊരു എക്സ്പ്ലനേഷൻ ഞാൻ ചോദിക്കാം. വേദപുസ്തകത്തിൽ എഴുതിയൊരു ഭാഗമല്ലേ അത്, അതിന്റെ കണ്ണ് ചൂഴ്ന്ന് കളയുക എന്ന് പറയുമ്പോൾ. അപ്പൊ അതിന്റെ നമ്മൾ അർത്ഥമായ ഇന്നർ മീനിങ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്താ? തെറ്റ് ചെയ്തെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വല്ലതും എടുക്കാനുണ്ടോ? അതിനകത്ത് നമ്മുടെ ശരീരത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഇപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആസ്പെക്ട് നമുക്ക് ഇമ്പോർട്ടന്റ് എന്ന് കരുതുന്ന ഒരു കാര്യം നമ്മുടെ മുമ്പോട്ടുള്ള ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഉപേക്ഷിക്കണം എന്നാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മളുടെ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ജീവിക്കുമ്പോൾ ഒരാൾക്ക് അതിഭീകരമായ മദ്യ ആസക്തി ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളിലും എന്താ പറയുന്നത് നിഷ്ഠയോടുകൂടി ജീവിക്കുന്നെങ്കിലും ഈ ഒരു ആസക്തിയിൽ നിന്ന് പിന്തിരിയാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. അയാളുടെ ജീവിതത്തിന്റെ ഭാഗമായി പോയി. പക്ഷെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ അവൻ ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതുന്ന ഈ ഒരു കാര്യം അവൻ ഉപേക്ഷിച്ചേ മതിയാവുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ഇമ്പോർട്ടന്റ് ആയി കരുതും അത് നിത്യജീവന തടസ്സമാണെങ്കിൽ അത് ഉപേക്ഷിക്കണം എന്നാണ് കർത്താവ് അല്ലാതെ കണ്ണിനെ കുറിച്ചോ അല്ലെങ്കിൽ കാലിന് ചൊറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുറിച്ച് കളയണം എന്നല്ല ഉദ്ദേശിച്ചിരിക്കുക. അല്ലെങ്കിൽ കണ്ണിൽ ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ അത് കണ്ണ് എടുത്ത് കളയണം എന്നുള്ള ആക്ഷരികമായ വ്യാഖ്യാനമല്ല. നമ്മുടെ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ യോനായുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. യോനായുടെ കഥയിൽ കപ്പൽ പ്രമാണിമാർ കപ്പലിലുള്ള സാമാനങ്ങൾ എടുത്ത് വെള്ളത്തിൽ എറിഞ്ഞു എന്ന് പറഞ്ഞൊരു ഭാഗം കേട്ടിട്ടുണ്ടായിരിക്കും. ഈ കപ്പലിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പല് യാത്ര ആരംഭിച്ച് പൂർത്തീകരിക്കുന്നത് വരെ അതിലുള്ള ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ്. ആർക്കെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കാനുള്ള മരുന്നാണ്. അതുപോലെ തന്നെ കപ്പലിന്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ആവശ്യമായ ഇന്ധനവും ഒക്കെ ഏറ്റവും അത്യാവശ്യം കപ്പൽ യാത്ര തുടങ്ങി പൂർത്തീകരിക്കുന്നവരെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് കപ്പലിലെ സാമാനങ്ങൾ. പക്ഷെ ഒരു നിമിഷം അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആ ഭാരം ഒന്ന് ബാലൻസ് ചെയ്തില്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടും. ആ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് അല്ല കുറച്ചു നേരത്തെ ഭക്ഷണം എന്ന് അവർ മനസ്സിലാക്കി ആ ഭക്ഷണം എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ് അവരുടെ. പല്ലിയെ കുറിച്ച് നമുക്കറിയാമല്ലോ. പല്ലി ജീവൻ രക്ഷിക്കാൻ വേണ്ടി വാല് മുറിച്ച് കളയുന്നെന്ന് പറയുന്നത് പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് കളയണം. ജോസഫിന്റെ കഥ അറിയാമല്ലോ. പഴയ നിയമത്തിൽ ജോസഫ് പാപം ചെയ്യും ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്കും ഉടുപ്പ് ഊരിക്കളഞ്ഞ് രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അവനെ ഉടുപ്പ് പിടിച്ചുകൊണ്ടിരുന്നാലേ ഒരു പക്ഷെ അവൻ പാപത്തിലേക്ക് വഴുതി വീണു പോയേനെ. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ നിത്യജീവന തടസ്സമാണെന്ന് തോന്നിയാൽ അത് ഉപേക്ഷിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് കർത്താവ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. അല്ലാതെ കണ്ണ് എടുത്ത് കളയണം എന്നുള്ള ഒരു മീനിങ് അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. സദൂക്യർ. ഈ സദൂക്യർ എന്ന് പറയുന്ന ആളുകൾ പരീശന്മാരെക്കാളും കുറച്ചും കൂടി സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം, ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. അവര് പുരോഹിത സമൂഹത്തിന്റെ ആത്മീയ പിന്തുടർച്ചക്കാരായിരുന്നു. അതായത് നമ്മളിപ്പോ സുവിശേഷകന്മാർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അല്ലെങ്കിൽ ശുശ്രൂഷകർ, മദ്ബഹായിലെ ശുശ്രൂഷകർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള സമൂഹത്തിൽ സ്ഥാനം ലഭിച്ചിരുന്ന തരത്തിലുള്ള ചില ആളുകളായിരുന്നു ഈ സദൂക്യർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരീശന്മാരെ അപേക്ഷിച്ച് ധനികരും അതുപോലെ സമൂഹത്തിൽ സമുന്നത സ്ഥാനമുള്ളവരുമായിരുന്നു സദൂക്യർ. അതുപോലെ പരീശരിൽ നിന്ന് വ്യത്യസ്തമായി അവർ യവന സംസ്കാരവും ആചാര മര്യാദകളും സ്വീകരിക്കുന്നതിൽ യാതൊരു മടിയുമില്ലായിരുന്നു. ഈ യഹൂദ മതത്തിൻ്റെതായിട്ടുള്ള നിഷ്ഠകൾ പാലിക്കുന്നതോടൊപ്പം തന്നെ യവന സംസ്കാരവും സ്വീകരിക്കുന്നതിന് അതിൽ അവർക്ക് മടിയില്ലായിരുന്നു എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. അവരുടെ പ്രത്യേക കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത് BC 135 മുതൽ 105 വരെയുള്ള കാലഘട്ടമാണ്. സദൂക്യരുടെ പ്രധാനപ്പെട്ട അവരുടെ രൂപം പ്രാപിക്കുന്നതിന്റെ കാലഘട്ടം. അവര് ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്ത കാലഘട്ടം എന്ന് പറയുന്നത് ഈ കാലഘട്ടമാണ്. അതുപോലെ തന്നെ അവർക്കുണ്ടായ പീഡകളെ കുറിച്ച് നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്. 63 BC പോംപെയും 37 BC ഹെറോദാവും അവരെ പീഡിപ്പിച്ചതായിട്ടും കാണുന്നു. അതുപോലെ തന്നെ AD 70 ശേഷം അവരുടെ സ്വാധീനം തീരെ ക്ഷയിച്ചു പോയി എന്നും കാണും. കാരണം അവരുടെ ഏറ്റവും പെർമനന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്
യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ മരണം വരെ ഉണ്ടായിരുന്ന കാലഘട്ടം. AD 5 മുതൽ ഒരു ഒരു 65-70 വരെയുള്ള കാലഘട്ടമായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. നമുക്കറിയാം യഹൂദ മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 സവിശേഷതകളിൽ ഒന്ന് എന്ന് പറയുന്നത് മെസ്സിയാനിക് ഹോപ്പ്, മശിഹ വരും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. പലതവണ പലരും കർത്താവിനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ വരുവാനുള്ള മശിഹ നീയോ എന്ന് യോഹന്നാൻ സ്നാപകനും അതുപോലെ തന്നെ പീലാത്തോസും പലരും വരുവാനുള്ള മശിഹ നീയാണ്. കാരണം അവർക്ക് എല്ലാവർക്കും വളരെയധികം പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി കാത്തിരുന്ന ഒരു വസ്തുതയാണ് മശിഹ വരുമെന്ന്. മെസ്സിയാനിക് ഹോപ്പ് അവർക്കുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷ ഇവർക്ക് സ്വതന്ത്രമായ ഒരു യഹൂദ രാജ്യത്തെ കുറിച്ചുള്ള പ്രതീക്ഷയാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തേജനം നൽകിയത്. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സ്വതന്ത്രമായ യഹൂദ രാജ്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അന്നത്തെ സാഹചര്യം നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കണം. ഈ ഗ്രീക്ക് റോമൻ ഇൻഫ്ലുവൻസ് വെറും ഇൻഫ്ലുവൻസ് അല്ല, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അതിശക്തമായിട്ട് അന്നുണ്ടായിരുന്നു. ഈ റോമൻ ഭരണാധികാരികളായിരുന്നു യഹൂദ മതത്തിന്റെയും യഹൂദ സമൂഹത്തിന്റെയും മേൽ ഭരണം നടത്തിയിരുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തുവിനെ വിസ്തരിക്കാൻ വേണ്ടി പീലാത്തോസിന്റെ അടുത്ത് കൊണ്ടുപോയെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ റോമൻ മുഖത്തിന്റെ കീഴിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച യഹൂദ ജനം അന്നുണ്ടായിരുന്നു എന്നുള്ളത് അത്യാവശ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം ആഗ്രഹിച്ച ഒരു 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 സമൂഹമായിരുന്നു ഈ പറയുന്ന സദൂക്യർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു യേശുക്രിസ്തുവിന് ശിഷ്യന്മാരിൽ പോലും പലർക്കും ആ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പിടിക്കുന്ന സമയമായപ്പോഴത്തേക്കിനും പൗലോസ് തന്റെ അരയിൽ നിന്ന് വാൾ ഊരിയതും അതുപോലെ യേശുക്രിസ്തു തന്നെ അവസാന കാലഘട്ടം എത്തുമ്പോഴത്തേക്കിനും ഏത് സുവിശേഷമാണെന്നുള്ള കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഇനി നിങ്ങളിൽ വാളില്ലാത്തവർ തങ്ങളുടെ വീട്, ഭക്ഷണം, നിങ്ങളുടെ കുപ്പായം ഒക്കെ വിറ്റ് നിങ്ങൾ വാള് മേടിച്ചുകൊള്ളൂ എന്നൊക്കെയുള്ള ഒരു ഉപദേശം കർത്താവ് കൊടുക്കുന്ന ഒരു ഭാഗമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇവരെല്ലാവരും ആ സമയമാകുമ്പോഴത്തേക്ക് സന്തോഷിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് കാരണം ഇവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് യേശുക്രിസ്തു വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു രാജ്യം സ്ഥാപിച്ച് ശത്രുക്കളെ എല്ലാം എന്താ പറയാ പരാജയപ്പെടുത്തി പുതിയൊരു രാജ്യം ഞങ്ങളെ എല്ലാവരെയും ആ ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കീ പൊസിഷനിൽ എത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പുതിയൊരു രാജ്യത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ചും ഒക്കെ സ്വപ്നം കണ്ടിരുന്ന ഒരു വലിയ ഒരു യഹൂദ ജനത്തിന്റെ പ്രതിനിധികളായിരുന്നു ഈ സദൂക്യർ എന്ന് പറയുന്നത്. അവര് പരീക്ഷന്മാരുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സാമ്യം എന്ന് പറയുന്നത് അവര് ന്യായപ്രമാണത്തിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുകയും അർഹിക്കുന്ന ബഹുമാനം കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വാമൊഴിയായിട്ടുള്ള നിയമാവലികളെയോ പാരമ്പര്യങ്ങളെയോ അവർ അടിസ്ഥാനമായി അംഗീകരിച്ചിരുന്നില്ല. അവര് റിട്ടേൺ ആയി കിട്ടിയിരുന്ന അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കാം നമുക്ക് ഊഹിക്കാനേ പറ്റത്തുള്ളൂ. ചുരുളുകളിലൂടെ ലഭിച്ചിരുന്ന ന്യായപ്രമാണത്തിന്റെ വേർഷൻസ് മാത്രമാണ് അവര് ആത്യന്തികമായി അവരുടെ മതഗ്രന്ഥമായി അവർ അംഗീകരിച്ചിരുന്നത്. വാമൊഴിയായിട്ടുള്ള നിയമങ്ങളൊന്നും അവർക്ക് ബാധകമായിരുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പുനരുത്ഥാനം, മരണാനന്തര പ്രതിഫലം, ശിക്ഷ എന്നിവയും യുഗാവസാന ചിന്തകൾ, മാലാഖമാരെ കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ എന്നിവയും അവർ തിരസ്കരിച്ചു. ഇത്രയും കാര്യങ്ങളിൽ പരീശന്മാർക്ക് താല്പര്യമുണ്ടായിരുന്നു, പക്ഷെ സദൂക്യർ അതിനെതിരായിരുന്നു. നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതാണ്. പുനരുത്ഥാനം, മരണാനന്തര പ്രതിഫലം, ശിക്ഷ, യുഗാവസാന ചിന്തകൾ, മാലാഖമാരെ കുറിച്ചുള്ള പഠിപ്പിക്കൽ എന്നിവയും അവർക്ക് താല്പര്യമില്ല. അവര് അതിനെ തിരസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അവര് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട മനസ്സിലാക്കുന്ന വ്യത്യാസം. പറഞ്ഞാൽ യഹൂദ റിലീജിയസ് ലീഡേഴ്സ് ആണ് ഇവര് ശരിക്ക് തെറ്റിദ്ധരിച്ചു പോയി മൊത്തം അവരുടെ പഠിപ്പിക്കല്. അതാണ് ഇതിന്ന് മനസ്സിലാക്കാവുന്നല്ലേ? കാരണം കേട്ടില്ല, ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യാമോ? ഈ യഹൂദ ലീഡേഴ്സ് അല്ലേ ഈ സദൂക്യർ എന്ന് പറയുന്നത്. അപ്പം അവര് പുനരുത്ഥാനം ഇതൊന്നും ഇല്ല എന്ന് പറയുന്നത്. അത് ഈ യഹൂദന്മാർ എന്ന് പറയുന്ന ഒരു വലിയ ഒരു അംബ്രല്ലയാണ്. യഹൂദന്മാർ എന്ന് പറഞ്ഞ അംബ്രല്ലയുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് സദൂക്യർ എന്ന് പറയുന്നത്. അവര് യഹൂദന്മാർ തന്നെയാണ്, പരീശന്മാരും യഹൂദന്മാരാണ്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ഇപ്പൊ നമ്മളിപ്പോ പെന്തക്കോസുകാരെന്ന് അല്ലെങ്കിൽ ഓർത്തഡോക്സുകാർ, കാത്തലിക്സ് എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള ചെറിയ അവാന്തര വിഭാഗങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഭാഗത്തില്
അവർക്കുണ്ടായിരുന്ന ഒരു വലിയ എന്താ പറയുന്നത് ഡിഫറൻസ് എന്ന് പറയുന്നത്, മറ്റുള്ളവരെ നമ്മൾ ഡിഫറൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എതിരായിട്ട് അവര് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാമൊഴിയായിട്ടുള്ള നിയമങ്ങളൊന്നും അവർ പാലിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വാമൊഴിയോടൊപ്പം തന്നെ പുനരുത്ഥാനത്തെ കുറിച്ചും മരണാനന്തര പ്രതിഫലത്തെ കുറിച്ചും ശിക്ഷയെ കുറിച്ചും യുഗാവസാന ചിന്തകളെ കുറിച്ചും മാലാഖമാർ ഇതിനെക്കുറിച്ചൊക്കെയുള്ള അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയൊക്കെയുള്ള വാമൊഴി ഇതൊന്നും എന്താ പറയുന്നത് ന്യായപ്രമാണത്തിലുള്ള ചിന്തകളൊന്നും അല്ല. ഇതെല്ലാം വാമൊഴിയായി പ്രചരിച്ചിരുന്ന പഠിപ്പിക്കലുകളായിരുന്നു ഇതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതൊന്നും അവര് വലിയ കാര്യമായിട്ട് അംഗീകരിച്ചിരുന്ന വസ്തുതകളല്ല എന്നുള്ളതാണ്. അതാണ് ഇവരും പരീശന്മാരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇതാണ് പരീശന്മാര് ന്യായപ്രമാണത്തോടൊപ്പം തന്നെ വാമൊഴിയായി വന്നിരുന്ന ഇതുപോലെയുള്ള നിയമങ്ങളും അവർ അംഗീകരിച്ചിരുന്നു. പക്ഷെ സദൂക്യർ പുനരുത്ഥാനത്തിനെതിരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലൂക്കോസിന് സുവിശേഷം ഐ തിങ്ക് 18-ാം അധ്യായമാണെന്ന് തോന്നുന്നു, പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യർ വന്നിട്ട് പലതവണ വിവാഹം കഴിക്കുന്ന സ്ത്രീയെ കുറിച്ചും അതിനുശേഷം അവരിൽ ആർക്ക് ഭാര്യയായി തീരും എന്നൊക്കെ ഉള്ള ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാരണം അവർക്ക് പുനരുത്ഥാനം ഇല്ല എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യണമെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞ് അതിനെ ഒന്നുകൂടി കൺഫേം ചെയ്യണമെന്നുള്ള ഒരു അത്യാവശ്യം അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് യേശുക്രിസ്തുവിനെ കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിച്ച് അതിനെക്കുറിച്ച് അതിന്റെ ആൻസർ കേൾക്കാൻ അവർ ആഗ്രഹിച്ചു. അത് പക്ഷെ പരീശന്മാർക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ആശയം അവരുടെ പഠിപ്പിക്കുന്നത് ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, അതുപോലെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കേണ്ടതുപോലെ ജീവിച്ചാൽ മരണാനന്തരം നമുക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും എന്ന് വിശ്വസിച്ചിരുന്നവരാണ് പരീക്ഷർ. പക്ഷെ ഇവര് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നവരല്ല. സെക്ട് ഓഫ് പ്രീസ്റ്റ് ക്ലാസ് അല്ലെ? പ്രീസ്റ്റ് ക്ലാസ്സിൽ ഒരു സെക്ട് ആണിത്. പ്രീസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു പുരോഹിതന്മാരോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സെറ്റ് ഓഫ് പീപ്പിൾ എന്ന് വേണേൽ പറയാം. പുരോഹിത സമൂഹത്തിന്റെ ആത്മീയ പിന്തുടർച്ചക്കാരായിരുന്നു എന്ന് മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. അവർക്കൊരു പൗരോഹിത്യവുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും അവർ കുറച്ചും കൂടി എന്താ പറയുന്നത് പൗരോഹിത്യ സ്ഥാനികൾ അനുഷ്ഠിക്കുന്ന പല കാര്യങ്ങളും അവരെ സഹായിക്കാൻ ഇപ്പം നമ്മളിപ്പം കുറച്ചും കൂടി വ്യക്തമായിട്ട് ഒരു ആക്കോലേറ്റ്സ് എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു വിഭാഗം എന്ന് വിചാരിച്ചാൽ മതി. പൗരോഹിത്യ ശ്രേണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗമായിരുന്നു. അവരോട് കുറച്ചും കൂടി മറ്റുള്ള സാധാരണ ജനങ്ങളെക്കാൾ കുറച്ചും കൂടി അടുപ്പമുണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു സദൂക്യർ. പക്ഷെ അവർക്ക് എന്താ പറയാ പൗരോഹിത്യ ചടങ്ങുകൾ നടത്തുന്നതിനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരുന്നു. പൗരോഹിത്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഒരു കടമകളോ അല്ലെങ്കിൽ അതിനുള്ള അവകാശമോ അവർക്കുണ്ടായിരുന്നില്ല. അടുത്ത ഭാഗത്തേക്ക് കിടക്കും. എസ്സീനിയറെ കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയാനുള്ളത്. ഇത് നമ്മൾ വേദപുസ്തകത്തിൽ അങ്ങനെ പലയിടത്തും അങ്ങനെ കാണാൻ സാധിക്കാത്ത ചില ഒരു പേരാണ് ഈ എസ്സീനിയർ എന്ന് പറയുന്നത്. പക്ഷെ അതിനെ ചരിത്രപരമായിട്ടുള്ള ചില രേഖകളിൽ എസ്സീനിയറെ കുറിച്ച് കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻസ് ആയ ഫിലോ ജോസീഫസ് എന്നിവരുടെ എഴുത്തുകളിൽ എസ്സീനിയരെ കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ ഓരോ ആളുകളുടെ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഫിലോയുടെ കാലഘട്ടത്ത് സിറിയയിലും പലസ്തീനിലും ഏകദേശം 4000 എസ്സീൻകാർ ഉണ്ടായിരുന്നതായിട്ടും, അതുപോലെ പ്ലിനി മറ്റൊരു ഹിസ്റ്റോറിയനാണ്. പ്ലിനിയുടെ എഴുത്തുകൾ കാണുന്നത് ചാവുകടലിന്റെ പടിഞ്ഞാറ് വശത്ത് ജീവിച്ചിരുന്ന എസ്സീൻകാരെ കുറിച്ചും പ്ലിനിയുടെ എഴുത്തുകൾ കാണുന്നുണ്ട്. എസ്സീൻകാർ എന്ന പേരിന്റെ അടിസ്ഥാനം വിശുദ്ധ ജീവിതത്തിലുള്ള താല്പര്യം എന്നുള്ളതാണ്. എസ്സീനിയർ എന്ന് പറഞ്ഞ വാക്കിന്റെ പേരിന്റെ അർത്ഥത്തിന് പോലും കാരണം, പക്ഷെ അതിന്റെ ശരിക്കുള്ള അർത്ഥം അതല്ല. വിശുദ്ധ ജീവിതത്തിലുള്ള താല്പര്യമാണ് എസ്സീൻകാർ എന്ന പേരിന് തന്നെ അടിസ്ഥാനം. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ താല്പര്യം, മൗലികമായ അവരുടെ താല്പര്യം എന്ന് പറയുന്നത് വിശുദ്ധ ജീവിതത്തിലുള്ള താല്പര്യമായിരുന്നു. അവര് യഹോവയായ ദൈവത്തെ ആരാധിച്ചിരുന്നു, പക്ഷെ യാഗങ്ങൾ അർപ്പിച്ചിരുന്നില്ല. വസ്തുവകകളെല്ലാം പൊതുവായി കണക്കാക്കുകയും സാധുക്കളെ സംരക്ഷിക്കുന്നതിൽ പ്രത്യേക താല്പര്യം കാണിക്കുകയും ചെയ്തു. BC 144 ആണ് അവരുടെ ഉത്ഭവം എന്ന് ജോസീഫസ് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടും നമ്മൾ കാണാം. BC 144 അവരുടെ ഉത്ഭവം.
അവര് സ്വന്തമായിട്ട് ഒരു വെർച്വസ് ലൈഫ് മുമ്പോട്ട് ഒരു എന്താ പറയുന്നത്, നല്ല ജീവിതം മുൻപോട്ട് നയിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും താല്പര്യമുള്ളവരായിരുന്നു എസ്സീനിയർ എന്ന് പറയുന്നത്. അവരുടെ ചില പ്രത്യേകതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒന്ന്, സൂര്യ നമസ്കാരം, ഭക്ഷണത്തിന് മുമ്പും പിമ്പുമുള്ള സ്തോത്ര പ്രാർത്ഥന, ആത്മീയ പ്രാധാന്യമുള്ള സ്നാനം, വിശുദ്ധ ഭക്ഷണത്തിന്റെ കൂട്ടായ്മ എന്നിവ എസ്സീൻ സമൂഹത്തിന് ചില പ്രത്യേകതകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് നോട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അവർ ചെയ്യുന്ന അവരുടെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എസ്സീനിയർ ചെയ്തിരുന്ന ചില കാര്യങ്ങളാണ്: സൂര്യ നമസ്കാരം, ഭക്ഷണത്തിന് മുമ്പും പിമ്പുമുള്ള സ്തോത്ര പ്രാർത്ഥന, ആത്മീയ പ്രാധാന്യമുള്ള സ്നാനം, വിശുദ്ധ ഭക്ഷണത്തിന്റെ കൂട്ടായ്മ എന്നിവ എസ്സീൻകാരുടെ ഒരു പ്രത്യേകതകളാണ്. സൂര്യ നമസ്കാരം എന്ന് പറയുമ്പോൾ ഹൈന്ദവാചാരമാണോ? ഒരുപക്ഷെ ഈ ഹൈന്ദവ ആചാരത്തിന്റെയും അതുപോലെ തന്നെ ഈ എന്താ പറയുക ബുദ്ധമതത്തിന്റെയും ഒക്കെ ഒരു സ്വാധീനം അന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നളന്തയും തക്ഷശിലയും ഒക്കെയാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്നും ഈ പറഞ്ഞ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകൾ നമ്മുടെ ഭാരതത്തിന്റെ നളന്തയിലും തക്ഷശിലയും ഒക്കെ വന്ന് പഠിച്ചതായിട്ടും ഈ പറഞ്ഞ ഋഗ്വേദം ഒക്കെ അവര് പഠിച്ചു എന്നൊക്കെ വേണം നമുക്ക് മനസ്സിലാക്കാം. അല്ലെ, ബുദ്ധമതത്തിന്റെ ആത്യന്തിക ഗ്രന്ഥമായ ധർമ്മപദം ഒക്കെ അവരെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരു സൂര്യൻ എന്ന് പറയുന്നത് എല്ലാ മതത്തിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദേവനാണ്. ഹൈന്ദവ മതത്തിൽ മാത്രമല്ല, നമുക്കറിയാം സോൾ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ദേവനെ കുറിച്ച്, അതും ഒരു സൂര്യദേവനെ ആയിട്ടാണ്, അല്ലെങ്കിൽ സിയൂസ് സൂര്യദേവനായിട്ടാണ് കാണുന്നത്. പല മതങ്ങൾക്കും ഈ സൂര്യൻ എന്ന് പറയുന്നത് എനർജിയുടെയും വെളിച്ചത്തിന്റെയും ഒക്കെ ഒരു സോഴ്സ് ആയതുകൊണ്ട് സൂര്യനെ ഒരു ദേവനെ പോലെ കാണുന്ന പല പുരാതന മതങ്ങളും ഉണ്ട്. ആ മതങ്ങളുടെ ഒരു സ്വാധീനം ഒരു പക്ഷേ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നിരിക്കും, ഈ പ്രത്യേക ഗ്രൂപ്പിന്റെ ഇടയിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടായിരിക്കും അവർ ഈ സൂര്യ നമസ്കാരം എന്ന് പറയുന്ന അതുപോലെ തന്നെ ഈ പറയുന്ന ആത്മീയ പ്രാധാന്യമുള്ള സ്നാനത്തെ കുറിച്ച് അതൊക്കെ നമ്മൾക്കറിയാം. നമ്മുടെ ഹൈന്ദവരുടെ ഒരു ആചാരങ്ങളുടെ ഭാഗമായിട്ട് അവര് ആത്മീയ പ്രാധാന്യമുള്ള ഈ സ്നാനത്തെ കുറിച്ചൊക്കെ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ മറ്റു ഉള്ള ഈ യഹൂദ മതത്തിന്റെ മറ്റു ശക്തികളൊന്നും ഈ ഭക്ഷണത്തിന് മുമ്പും പിമ്പുമുള്ള സ്തോത്ര പ്രാർത്ഥനയൊന്നും അങ്ങനെയുള്ളൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാം. പക്ഷെ യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴ സമയത്ത് യേശുക്രിസ്തു പ്രത്യേകമായിട്ട് ഭക്ഷണം എടുക്കുകയും അത് വാഴ്ത്തി സ്തോത്രം ചെയ്യുകയും ചെയ്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ 5 അപ്പം 5000 പേരെ പോഷിപ്പിക്കുന്ന സമയത്തും യേശുക്രിസ്തു അപ്പം കയ്യിലെടുത്തതിന് ശേഷം സ്വർഗത്തിലേക്ക് നോക്കിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സ്വാധീനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പൂർണ്ണമായിട്ടും ഏതെങ്കിലും മതത്തിൻ്റെതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഏതെങ്കിലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇടപെടലിൽ കൂടി ചിലപ്പോൾ ഒരു സ്വാധീനം അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി കാണുമായിരിക്കും. അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മശിഹായുടെ ആഗമനം ഉടനെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയിലും വേദപുസ്തക പഠനത്തിലും കൃഷിപ്പണിയിലും അവർ സമയം ചെലവഴിച്ചു. അവരെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പേരാണ് പുതിയ ഉടമ്പടിക്കാർ എന്ന പേര്. അവരെ കുറിച്ച് ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പേരാണ് പുതിയ ഉടമ്പടിക്കാർ. അടുത്ത ഭാഗമാണ് എരിവുകാർ. എരിവുകാർ എന്ന് പറഞ്ഞ ഒരു ഭാഗം നമ്മൾ പുതിയ നിയമത്തിൽ കേട്ടിട്ടുണ്ട്. ഒരാളുടെ പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ആർക്കെങ്കിലും എരിവുകാർ എന്നുള്ള പേര് എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ? യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ് സൈമൺ ദ സീലറ്റ്. അപ്പൊ അങ്ങനെ ഒരു വിഭാഗത്തെ കുറിച്ച് കേട്ടു. അത് കുറച്ചും കൂടി എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുവാൻ സന്നദ്ധരായ തീവ്രവാദികളുടെ സമൂഹമാണ് സീലറ്റ്സ്. സീലറ്റ്സ് എന്നുള്ള വാക്ക് സീലറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നു വായിക്കുന്നത്. നമ്മൾ എരിവുകാർ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് മുമ്പോട്ട്, നമ്മൾ മലയാളം ആയതുകൊണ്ട് എരിവുകാർ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് മുമ്പോട്ട് പോവാം. അതായത് അവർക്ക് എന്തും ഏത് രീതിയിലുള്ള ഏത് എക്സ്റ്റെന്റ് വരെയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറെടുത്ത ആളുകളെയാണ് എരിവുകാർ എന്ന് പറയുന്നത്. AD 6 അവരുടെ ഉത്ഭവം എന്ന് ജോസീഫസ് എഴുതിയിരിക്കുന്നത്. അന്നാണ് ഗലീലക്കാരനായ യൂദാ റോമാക്കാർക്കെതിരായി വിപ്ലവം നടത്തിയത്.
അതുപോലെ തന്നെ മക്കാബിയരുടെ പിന്തുടർച്ചക്കാരാണ് എരിവുകാർ എന്ന് ഫൈഫർ അഭിപ്രായപ്പെടുന്നു. ഇതൊക്കെ ഈ സെക്യുലർ ഹിസ്റ്റോറിയൻസിന്റെ പേരുകളാണ്, ജോസീഫസ് എന്നും ഫൈഫർ എന്നൊക്കെ പറയുന്നത് സെക്യുലർ ഹിസ്റ്റോറിയൻസിന്റെ പേരാണ്. അവരുടെ എഴുത്തുകളിലൊക്കെ ഇവരെ കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഇതാണ്. AD 6 അവരുടെ ഉത്ഭവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജോസീഫസ് ആണ്. അതുപോലെ തന്നെ മക്കാബീരുമായിട്ട് അവരുടെ ഉള്ള സാമ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആളാണ് ഫൈഫർ. അതുപോലെ തന്നെ ആത്യന്തികമായ എന്താ പറഞ്ഞേ, ഈ പവർ, ശക്തി, അധികാരം ഉള്ളത് ദൈവത്തിന് മാത്രമാണെന്നും മനുഷ്യരെ ഭരിക്കാൻ തക്കോണം മറ്റാർക്കും അധികാരം ഇല്ല എന്നുമുള്ള ഒരു ചിന്താഗതിയാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭരിക്കുവാൻ വന്ന വിദേശീയ മേൽക്കോയ്മയ്ക്ക് കീഴടങ്ങരുത് എന്ന് അവർ വാദിച്ചിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഒരു വലിയ നിർബന്ധം ശാബത്ത് ആചരിക്കുന്നതിന്, അത് എന്തായാലും എല്ലാ യഹൂദ ഗ്രൂപ്പുകളും വളരെ നിർബന്ധമായിട്ട് ശാബത്ത് ആചരിക്കുന്നതിൽ വളരെയധികം കണിശത കാണിച്ചിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ ഈ എരിവുകാരും ശാബത്തിനോട് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആളുകളായിരുന്നു. അതുപോലെ തന്നെ അവര് പരിച്ഛേദനയെ വളരെ പ്രാധാന്യമുള്ളതായിട്ട് കാണുകയും അതുപോലെ മറ്റുള്ള പുറജാതികൾക്ക് പരിച്ഛേദന കൊടുക്കുവാൻ തക്കവണ്ണം താല്പര്യത്തോട് മുമ്പോട്ട് വരികയും ചെയ്തു. അതുപോലെ തന്നെ കരം കൊടുക്കുന്നത്, ടെമ്പിൾ ടാക്സ് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവയും നിയമവിരുദ്ധമാണ് എന്നുള്ള രീതിയിലാണ് അവര് അതിനെയും അവതരിപ്പിച്ചിരുന്നത്. അതായത് ക്രിസ്തുവാണ് എല്ലാത്തിന്റെയും യഹോവയായ ദൈവമാണ് എല്ലാത്തിന്റെയും തല, അതുകൊണ്ട് എല്ലാത്തിന്റെയും അധികാരി. അതുകൊണ്ട് യഹോവയായ ദൈവത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, പൊളിറ്റിക്കൽ ലീഡേഴ്സിനല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരുടെ ചരിത്രം അവസാനിക്കുന്ന മസാദ കോട്ടയിൽ വെച്ച് AD 74 അവരുടെ ചരിത്രം അവസാനിക്കും. ഒരു പക്ഷേ ഏതെങ്കിലും ഏറ്റുമുട്ടലുകൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. അന്നത്തെ ഏതെങ്കിലും പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ടുള്ള എന്താ പറയുന്നത്, അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അവരെ ഏതെങ്കിലും രീതിയിലുള്ള ശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ടാവാം. അങ്ങനെ അവര് AD 74 അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടയാളാണ് എരിവുകാരനായ ശീമോൻ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അടുത്ത വിഭാഗത്തെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്, കുമ്രാൻ ഉടമ്പടിക്കാർ. ഈ കുമ്രാൻ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായി. കുമ്രാൻ എന്ന് പറയുന്നത് അന്നത്തെ ഒരു ആത്മീയ ഒരു സ്പിരിച്വൽ സെക്ട് ആയിരുന്നു, ഒരു ആത്മീയ ഗ്രൂപ്പ്, ആത്മീയ വിഭാഗമായിരുന്നു ഈ കുമ്രാൻ എന്ന് പറയുന്നത്. ഈ ചുരുളുകളൊക്കെയും പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ടും ഈ കുമ്രാൻ വിഭാഗത്തെ നമ്മൾ കാണുന്നുണ്ട്. കുമ്രാൻ ഒരു അങ്ങേയറ്റം വളരെ നിഷ്കർഷ ഉണ്ടായിരുന്ന ഒരു തരത്തിലുള്ള സന്യാസ സമൂഹമായിട്ടും ഈ കുമ്രാൻ ഗ്രൂപ്പുകാരെ കാണുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ പോലും അതിന്റെ ഭാഗമായിരുന്നു എന്ന് പലരും അഭിപ്രായം പറയുന്നുണ്ട്. ഇവിടെ അവതരിപ്പിക്കുന്നതനുസരിച്ച് BC 134 മുതൽ 104 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇതിന്റെ ഫോർമേഷൻ എന്ന് ജോൺ ഹിർക്കാനസ് ശേഷം ഉള്ള സമയത്താണ് അതിന്റെ രൂപം പ്രാപിച്ചെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ യെരുശലേമിന്റെ മൂന്നാമത്തെ തവണ യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്ന സമയമാണ് AD 70 എന്ന് പറയുന്നത്. ആ സമയത്തോടു കൂടി ഈ പറയുന്ന കുമ്രാൻ വിഭാഗത്തിന്റെയും പ്രവർത്തനങ്ങൾ അവസാനിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നീതിയുടെ ഗുരു എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ആളുകൾ ഉണ്ടായിരുന്നു. ആ നീതിയുടെ ഗുരുവിന്റെ നേതൃത്വത്തിൽ BC 2-ാം നൂറ്റാണ്ടിൽ ഹസീദിയും ഗണത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ യഹൂദ്യയിലെ മരുഭൂമിയിലേക്ക് പലായനം ചെയ്തുവെന്നും നീതിയുടെ ഗുരു വിശുദ്ധ പുസ്തകം എങ്ങനെ പഠിക്കണമെന്നും വ്യാഖ്യാനിക്കണമെന്നുള്ള ശിക്ഷണം അവർക്ക് നൽകിയതായിട്ടും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കുമ്രാൻ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്ഭവം എന്ന് പറയുന്നത് യസീൻ വിഭാഗത്തിൽ നിന്നുമാണ്. യസീൻ വിഭാഗത്തെ കുറിച്ച് നമ്മൾ മുമ്പ് വായിച്ച് കേട്ടിരുന്നു. അവര് ചില കാര്യങ്ങൾ നിഷ്ഠയുള്ളവരായിരുന്നു. പ്രാർത്ഥനയിലും കുളിയിലും സൂര്യ നമസ്കാരത്തിലും ഭക്ഷണത്തിന് മുമ്പും പിമ്പുള്ള പ്രാർത്ഥനയിലൊക്കെ വളരെയധികം ആ ഒരു ജീവിതക്രമത്തിൽ ഒരുപാട് നിഷ്കർഷ പുലർത്തിയിരുന്ന ഒരു വിഭാഗമായിരുന്നു ഈ കുമ്രാൻ സമൂഹം എന്നും പറയുന്നത്. ഭിന്നമായ ചില ചിന്താഗതികൾ സ്വീകരിച്ച ഗണമാണ്. അതുപോലെ തന്നെ ചാവുകടത്തിയിരുന്ന ചുരുളുകളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും അവരുടെ പ്രധാനമായ ഉപദേശങ്ങളെ കുറിച്ച് ഈ കുമ്രാൻ ചുരുളുകൾ എന്ന് പറയുന്ന ഒരു
ചാവുകടൽ ചുരുളുകൾ ലഭിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും അവരുടെ പഠിപ്പിക്കലുകളെ കുറിച്ചും ഒക്കെ അവരുടെ ലിറ്ററേച്ചറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഈ പറയുന്ന ചാവുകടൽ ചുരുളുകളിൽ നിന്ന് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ആസ്പെക്റ്റുകളാണ്. ഒന്ന്, ന്യായപ്രമാണത്തിന് നൽകിയ പ്രാധാന്യം, അതുപോലെ തന്നെ യഹോവയോടുള്ള അചഞ്ചലമായ ഭക്തി. മറ്റ് യഹൂദ സമൂഹങ്ങൾ ചെയ്തതുപോലെ തന്നെ ഈ ന്യായപ്രമാണത്തിന് കൊടുത്തിരുന്ന പ്രാധാന്യം, എല്ലാ യഹൂദ സമൂഹവും ചെയ്തിരുന്നതുപോലെ ന്യായപ്രമാണത്തോട് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ യഹോവയോടുള്ള അചഞ്ചലമായ ഭക്തിയും അവർ പുലർത്തിയിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സദൂക്യർ ഒഴിച്ചുള്ള മറ്റു വിഭാഗങ്ങൾ ഇവരുമായിട്ടുള്ള ഐക്യം കാണുന്നുണ്ട്. അതിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ: വിദേശ മേധാവിത്വത്തോടുള്ള എതിർപ്പ്. അതായത് യവനർ റോമ ഗവൺമെന്റ് പോലെയുള്ള വിദേശ മേൽക്കോയ്മയെ അവർ എതിർത്തിരുന്നു. സദൂക്യർ മാത്രം യവനരോടുള്ള ഇവരുടെ ഈ ഭരണത്തെയും അവരുടെ സംസ്കാരത്തെയും ഒക്കെ അംഗീകരിച്ചിരുന്നു എന്ന് നമ്മൾ മുമ്പേ കണ്ടു. പക്ഷെ അവരുടെ വിദേശ മേൽക്കോയ്മയെ എതിർത്തിരുന്ന മറ്റു ഗ്രൂപ്പുകളുടെ കൂട്ടത്തിൽ ഈ കുമ്രാൻ ഉടമ്പടിക്കാരും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് യഹൂദ മതത്തിലെ പ്രധാന വിഭവങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചത്. നമുക്ക് ഒരു ചാപ്റ്ററും കൂടെ പഠിക്കാനുള്ള സമയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത ഭാഗം ഒരു അല്പം കൂടി വലിയതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ആയതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഭാഗങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. പുതിയ നിയമത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജീവിത കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, പുതിയ നിയമത്തിലെ പുസ്തകങ്ങളെ കുറിച്ചും അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇത്തരം ആളുകൾ അവിടുത്തെ സമൂഹത്തിൽ ചെലുത്തിയിരുന്ന സ്വാധീനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യം. ഇത്രയും ആളുകൾ അവിടെ ആത്മീയമായി നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന സമയത്താണ് യേശുക്രിസ്തു അവിടെ തന്റെ ഉപദേശങ്ങളുമായിട്ട് ചെല്ലുന്നതെന്നും സിനഗോഗുകളിൽ പ്രസംഗിക്കുന്നതെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ. നമുക്ക് യേശുക്രിസ്തു ആണെങ്കിലും യേശുക്രിസ്തു സിനഗോഗുകളിൽ ചെല്ലുമ്പോൾ പ്രസംഗിക്കാനായി എഴുന്നേൽക്കുന്നതും വചനം വായിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നതും നമുക്ക് കാണുമ്പോൾ സാധാരണ ഒരു മരപ്പണിക്കാരന്റെ മകൻ എഴുന്നേൽക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ്. ഇതുപോലെയുള്ള ആത്മീയമായ മുന്നിട്ട് നിൽക്കുന്ന പല ആളുകളുടെ മുമ്പിലാണ് യേശുക്രിസ്തു എഴുന്നേൽക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ, പ്രസംഗിക്കുന്നതും ഉപദേശിക്കുന്നതും ഒക്കെ. അപ്പൊ ആ ഒരു സാഹചര്യം പലരും ഇവന് ഈ ബുദ്ധി എവിടുന്ന് കിട്ടി, ഇവന് ഞാൻ എവിടുന്ന് കിട്ടി എന്നൊക്കെ ചോദിക്കുന്നതിന്റെ കാരണം ഇതാണ്. ഇത്രയും എന്താ പറയുക, ആത്മീയമായ താല്പര്യമുള്ളവരും ഇതിനകത്ത് നിഷ്ഠയുള്ളവരും ഒക്കെ മിണ്ടാതെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവൻ ഇതിനൊക്കെ മറുപടി പറയുന്നത്, ഇവരെ ഉപദേശിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് അന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അന്നൊക്കെ ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക. എനിക്കൊന്ന് ഇന്നത്തെ നമുക്ക് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മളിവിടെ അവസാനം കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അതിനെക്കുറിച്ചൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ തക്കൊന്നും ശ്രമിക്കുക. ഇനി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വർക്ക് എന്ന് പറയുന്നത് ഇതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നേരത്തെയൊക്കെ ഞങ്ങൾക്ക് അതിന്റെ ചെറുപ്പത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്കും തരുന്ന വർക്കുകൾ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അലക്സാണ്ടർ, അങ്ങനെയാണോ നമ്മൾ ചെയ്യിപ്പിക്കുന്നത്? ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തല്ല, നമ്മൾ ജനറലി സമ്മറി എഴുതുക ക്വസ്റ്റ്യൻസ്. പക്ഷേ നമുക്ക് അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അത് സമ്മറി എഴുതുമ്പോൾ. ഓക്കെ. അത് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് അവസാനം കൊടുത്തിരിക്കുന്നത്. വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ അവതരിപ്പിക്കുന്ന സമയം അതാണ് ഇന്നത്തെ ഈ എന്താ പറയുന്നത് ഈ ചാപ്റ്ററിന്റെ പഠിക്കുന്നതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതൊക്കെയാണ്. അപ്പൊ അതിലൊന്നും മാറാതെ വേണം നമ്മൾ സമ്മറി എഴുതുമ്പോൾ എഴുതാൻ. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അവസാനം കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ ക്രിസ്തീയ സഭയിലെ അവാന്തര വിഭാഗങ്ങളുമായി അവയ്ക്കുള്ള സാമ്യം കണ്ടെത്തി വിവരിക്കുക എന്നുള്ളതാണ്. ഓരോ സഭയുടെയും പ്രത്യേകതകളൊക്കെ നമുക്കറിയാം. പറ്റുമെങ്കിൽ അതുകൂടെ ഒന്ന് നിങ്ങൾ ഈ സമ്മറി എഴുതുന്ന കൂട്ടത്തിൽ അതുകൂടെ ഇങ്ങനെ എഴുതുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാര്യം നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതും കൂടി അതിൽ നിന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സഭയിലെ വിഭാഗങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഓർത്തഡോക്സ്, കാത്തലിക്സ് അങ്ങനെയുള്ള വിഭാഗീയതയാണോ അതോ പ്രൊട്ടസ്റ്റന്റ് വിഭാഗമായിട്ട്? അതെ. അതായത് നമ്മൾ 3 വിഭാഗങ്ങളാണല്ലോ ക്രിസ്തീയ സഭയിൽ പ്രധാനമായിട്ടും ഉള്ളത്. 1 ഓർത്തഡോക്സ്, 2 കാത്തലിക്, 3 പ്രൊട്ടസ്റ്റന്റ്. ഈ 3 വിഭാഗങ്ങളാണ്.
പ്രധാനമായിട്ടുള്ളത്. ഈ പ്രധാനമായിട്ടുള്ള വിഭാഗങ്ങൾ അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അതും ഇതും തമ്മിലുള്ള ബന്ധം, അതായത് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞതിൽ തന്നെ ന്യായപ്രമാണത്തോട് താല്പര്യമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജീവിതം ഏറ്റവും നല്ലതുപോലെ ജീവിച്ചാൽ മതി, ന്യായപ്രമാണം ഫോളോ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നവര്, പിന്നെ അതുപോലെ എന്താ പറയുന്നത്, ഓരോ എന്താ പറയുക, ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില പഠിപ്പിക്കലുകളുടെ പ്രത്യേകതകളും വ്യത്യാസങ്ങളും ഒക്കെ നമുക്കറിയാം. അത് ഏതൊക്കെയാണ്, ഏതൊക്കെ വിഭാഗങ്ങളാണ്, എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെന്നും അത് ഇതുമായിട്ട് ഈ പറഞ്ഞ യഹൂദ മതത്തിന്റെ അവാന്തര വിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധം എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിനോടനുബന്ധിച്ച് ഒരു ചോദ്യം എന്റെ മനസ്സിൽ തോന്നുന്നു വെച്ചാൽ, നമ്മൾ ഈ ഈജിപ്ഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഈ സന്യാസി സമൂഹത്തിന്റെ പല കോപ്റ്റിക്സ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഉണ്ട് അമേരിക്കയിലുടനീളം. അത് അതിനൊരു രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എന്തുകൊണ്ട് അമേരിക്കയിൽ പലയിടത്തും ഉണ്ടായിക്കൂടാ? കാരണം ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തെ കീപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള കുറെ സ്പെസിഫിക് മൊണാസ്ട്രീസ് ഉണ്ടാവേണ്ട ഒരു ആവശ്യകത ഇല്ലേന്ന് ഞാനൊന്ന് ചോദിക്കുകയാണ് ഈ ഇതൊക്കെ അനുബന്ധികമായിട്ട്. അതെ 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 അത് വളരെ റിലവന്റ് ആയിട്ടുള്ള ചോദ്യം. പക്ഷെ നമ്മളുടെ ഭാഗം അല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞത് വളരെ അത്യാവശ്യമാണ്. സത്യം പറഞ്ഞാൽ മോണസ്ട്രി മാത്രമല്ല, എന്താ പറഞ്ഞേ, ദൈവശാസ്ത്രം പഠിപ്പിക്കാനും അതുപോലെ നമ്മളുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട സപ്ലൈസ്, ഇപ്പോ വീഞ്ഞ്, വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, ദേവാലയത്തിലെ അലങ്കാരങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സപ്ലൈസ് കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സഭയിൽ തന്നെ, സഭയുടെ ഉള്ളിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അത് സഭകൾക്ക്, നമ്മുടെ ഇടവകകൾക്ക് പ്രയോജനപരമായിട്ടുള്ള രീതിയിൽ കൊടുക്കുവാണെങ്കിൽ അതൊക്കെ ഒത്തിരി, എന്താ പറയുന്നത്, സഭ വളരാനൊക്കെ ഒത്തിരി താല്പര്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമുക്കൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് നമുക്കില്ല. കോംപ്ലക്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പല ദേവാലയങ്ങളും അല്ലെങ്കിൽ മറ്റു സഭകൾ, പല ദേവാലയങ്ങളും അല്ലെങ്കിൽ മെത്തഡിസ്റ്റുകളുടെ, ലൂത്തറിന്റെ ഒക്കെ ദേവാലയങ്ങൾ നമ്മൾ കാണുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു ദേവാലയത്തോട് ചേർന്ന് തന്നെ ഒരുപാട് എന്താ പറയുന്നത്, സ്ഥാപനങ്ങൾ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാം. അത് സ്പിരിച്വൽ ആയിട്ടും സെക്യുലർ ആയിട്ടും ഉള്ള സ്ഥാപനങ്ങളൂടെ അവർ റൺ ചെയ്യുന്നത് കാണാം. അത് നമുക്ക് എന്താ പറയുന്നത്, ഒരു ദീർഘവീക്ഷണം നമുക്കും ഉണ്ടായാല് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മളുടെ എന്താ പറയുക, സ്കൂളുകളോ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, സ്കൂളുകൾ, ആശുപത്രികളിലൊക്കെ നമുക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഏകദേശം ഒരു 12, ഞാൻ ഈയിടെ വായിച്ചു, ഒരു 12 മൊണാസ്ട്രീസ് അവർ പല ഇൻസൈഡ് അമേരിക്കയിലൊക്കെ അതിനുള്ള സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള റീമോട്ട് ഏരിയാസ് ഒക്കെ ഒത്തിരി ഉള്ള സ്ഥലങ്ങളാണല്ലോ. അപ്പം അതെ അതിനുള്ള അതെ ഇപ്പൊ നമ്മളുടെ എന്താ പറയുന്നത്, പല ദേവാലയങ്ങളിലെ ആളുകളും കാണാൻ പോകുന്നതും എന്താ പറയുക, ഒരു പിൽഗ്രിം ഒരു ടൂറായിട്ടൊക്കെ നമ്മൾ പോകുന്നതെല്ലാം മറ്റു സഭകളുടെ എന്താ പറയുക, ഇതുപോലെയുള്ള മോണസ്ട്രികളിലേക്കും കോൺവെന്റുകളിലേക്കും അവരുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും, നമ്മുടേതായിട്ടുള്ള ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോകാറില്ല. ഇപ്പം മിഡ് വെസ്റ്റിലുള്ള പള്ളികളൊക്കെ മിക്കവാറും ഒക്കെ ഇപ്പൊ ഇന്ത്യാനായാലും വിസ്കോൺസിലും ഒക്കെ ഉള്ള പല സെർബിയൻ മോണസ്ട്രികളിലും ഗ്രീക്ക് മോണസ്ട്രികളിലും ഒക്കെ നമ്മൾ പോയി വിസിറ്റ് ചെയ്യാറുണ്ട്. ഈയിടെ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഒരു സ്ട്രിക്റ്റ് കുഞ്ഞുങ്ങൾ പോയായിരുന്നു. അവരിങ്ങനെ ഒരു മൊണാസ്ട്രി പോയി കണ്ടു എന്നൊക്കെ പറഞ്ഞു. അതെ 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 അപ്പൊ അത് നമുക്ക് ആ ഒരു ദീർഘവീക്ഷണം ഇല്ലാത്തത് കൊണ്ടല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും ആ ഒരു ആഗ്രഹവും ദീർഘവീക്ഷണവും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനുള്ള റീസോഴ്സ് നമുക്കില്ല. നമുക്ക് ആളുകൾ വേണം, അതിന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ അത് മുമ്പോട്ട് ഇപ്പൊ നമ്മളുടെ ഒരു അരമന റൺ ചെയ്യാൻ തന്നെ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് എല്ലാ തരത്തിലും ഒരു പ്രയാസമുണ്ട്. ആക്ച്വലി നമ്മുടെ അരമനയോട് ചേർന്ന് ഒരു മൊണാസ്റ്റിക് കമ്മ്യൂണിറ്റി വേണേൽ ഡെവലപ്പ് ചെയ്യാം, ഇപ്പോഴുള്ള അതെ അരമനയോട് അതെ ചേർന്ന്. അതെ 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 ഓക്കെ, ഇനി അധിക സമയമില്ല, 4 മിനിറ്റ് കൂടെ ഉണ്ട്. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ആർക്ക് ചോദിക്കാം അല്ലേ? മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കെന്നാ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
ശരി അച്ഛൻ. പ്രാർത്ഥിക്കും. കുറിയലായി സോൻ കുറിയലായി സോൻ കുറിയലായി സോൻ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഉത്തരമുള്ള ചെയ്താൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവെ നിനക്ക് സ്തുതി. എന്നേക്കുള്ള ശരണവുമേ നിനക്ക് സ്തുതി. ബാർക്കുമോർ. ശുദ്ധമുള്ള പിതാവേ ശുദ്ധമുള്ള പിതാവത്താ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ ഉത്തരം ചെയ്യുമ്പോൾ ശ്രീബായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ ശുദ്ധമുള്ള കുടിയിരിപ്പിൻ ഭവനങ്ങളായി ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവെ നേരൊക്കിലും കാലമൊക്കെ എല്ലാ സമയങ്ങളും ഹൃദയത്തിലെ മറച്ചുകൊള്ളണമേ. ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമ്മതവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകാല ദിവ്യബോധന പഠന പദ്ധതിയുടെ മേലും ഇതിൽ പങ്കെടുക്കുന്ന നാം ഓരോരുത്തരുടെ മേലും ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരുടെ മേലും, നമ്മുടെ ഭദ്രാസനത്തിന്റെ മേലും എല്ലാ ഇടവകളുടെ മേലും, ആത്മീയ നേതൃത്വം നൽകുന്ന നമ്മുടെ തിരുമേനിയുടെ മേലും, എല്ലാ വേദികരുടെ മേലും, എല്ലാ ദേവാലയങ്ങളുടെ മേലും, നമ്മുടെ എല്ലാ സഹോദരി സഹോദരങ്ങളുടെ മേലും, ദൈവം സമർപ്പിച്ചിട്ടുള്ള എല്ലാ നല്ല പ്രാർത്ഥനകളുടെ മേലും, അനുഗ്രഹീതമായ നമ്മുടെ ഭാവി ജീവിതത്തിന്മേൽ ഇപ്പോഴും എപ്പോഴും ഒന്നേക്കൊണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.